ലാളിച്ചും കൊണ്ടും കൊടുത്തും വളർത്തും. അത് മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും അങ്ങനെയാണ്. കാരണം മക്കളെ സംരക്ഷിക്കുക എന്നത് പ്രകൃതി നിയമമാണ്. പക്ഷേ തിരിച്ചു മക്കൾ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് പ്രകൃതി നിയമമല്ലാത്തത് കൊണ്ടാണ് അല്ലാഹു തആല പല ഓഫറുകളും താക്കീതുകളും തന്നിട്ടുള്ളത്. മാതാവിന്റെ കാഴ്ചകളിലാണ് സ്വർഗമെന്നും അവർക്ക് വാർദ്ധക്യം പ്രാപിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ കാരുണ്യത്തിന് ചിലവുകൾ താഴ്ത്തി കൊടുക്കണമെന്നും ചെയ്യുന്ന വാക്ക് പറയരുതെന്നും കൽപ്പിച്ചത്. ഒരുകുന്ന നേരം ഉമ്മാനി വേണം, ഉടനെ തഴുകിടും രഥമാനും ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് കൊള്ളുന്നുണ്ട് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോട് ചെന്ന് കൊള്ളുന്നുണ്ട് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് ഇങ്ങനെ കാണുന്ന ഉമ്മാന്റെ മയ്യത്ത്, ഞാൻ മരിക്കുന്നതാണിന്റെ ഹാജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെന്റെ ഉമ്മാന്റെ സ്വരമേ. തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം, തിരകൾ പോലെ വന്ന് മറിയും. തീര സ്നേഹമെഴുതി തളരും. എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വവാഫ് ചെയ്യും. എന്റെ ഉമ്മ തന്റെ സർജവും ത്വഹൂറ് ചെയ്യും. എന്റെ ഉമ്മയെ ചുമന്ന് ഞാൻ ത്വവാഫ്
വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ അകലുമ്മാന്റെ മുഖമേ ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമുറങ്ങാരിരോ. പാതിരാത്രി സമയം 22-കാരനായ യുവാവിന്റെ ഫോൺ റിങ് ചെയ്തു. കണ്ണു തുറക്കാതെ തന്നെ അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു നോക്കുമ്പോൾ മറുതലക്കൽ ഉമ്മയാണ്. മോനെ, എന്തൊക്കെയുണ്ട് അതിന്റെ വിശേഷങ്ങൾ? വളരെ ദേഷ്യത്തോടെ മകൻ പറഞ്ഞു, നാണമുണ്ടോ ഉമ്മ നിങ്ങൾക്ക്? ഈ സമയത്താണോ എനിക്ക് വിളിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ ഞാൻ ഉറങ്ങുകയായിരിക്കുമെന്ന്? ഇടങ്ങുന്ന ശബ്ദത്തോടെ ആ മാതാവ് പറഞ്ഞു, ഞാൻ നിന്റെ ഉറക്കിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മോൻ ഉമ്മയോട് ക്ഷമിക്കണം. 22 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1.5 വർഷം ഞാൻ നിനക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിട്ടുണ്ട്. അന്നൊന്നും ഉമ്മാക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. സങ്കടത്തോടുകൂടെ ഫോൺ കട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് ആ ഉമ്മ പറഞ്ഞു, മോനെ, നിനക്കൊരായിരം ജന്മദിനാശംസകൾ. മകന് ജന്മദിനാശംസകൾ നൽകാൻ വേണ്ടി 12 മണിയാകുന്നത് വരെ കാത്തിരുന്ന ഉമ്മാക്ക് കിട്ടിയ മറുപടിയായിരുന്നു അത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തൊരു സ്വർഗമുണ്ടെങ്കിൽ അത് ഉമ്മയാണ്. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما